അമേരിക്കൻ ഉപരോധത്തെ വെല്ലുവിളിച്ച് റഷ്യൻ ആഡംബര കപ്പൽ ഹോർമുസ് കടന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കി റഷ്യൻ കോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ ഉടമസ്ഥതയിലുള്ള നോഡ് എന്ന ആഡംബര നൗക തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര നടത്തി. ഏകദേശം 4200 കോടി രൂപ വിലമതിക്കുന്ന ഈ സൂപ്പർ യാച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും വെള്ളിയാഴ്ച രാത്രി ദുബായിൽ നിന്നും പുറപ്പെട്ട് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെ അൽമൗജ് മറീനയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നിട്ടുണ്ട്. മേഖലയിൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ കടുക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ പതാകയേന്തിയ കപ്പലിന്റെ ഈ നീക്കം വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത അനുയായിയായ അലക്സി മൊർദാഷോവ്. മുൻപ് ഹോങ്കോങ്ങും മാലദ്വീപും ഈ കപ്പൽ പിടിച്ചെടുക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്നു. നിലവിൽ ഈ ആഡംബര നൗക മൊർദാഷോവിന്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരുത്തിയാണ് ഉപരോധങ്ങളിൽ നിന്നും കപ്പലിനെ സംരക്ഷിക്കുന്നതെന്നാണ് സൂചന. ഹോർമുസ് കടലിടുക്കിലെ ഈ നീക്കം ഇറാനും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അമേരിക്കൻ ഇസ്രായേൽ നീക്കങ്ങൾക്കെതിരെ ഇറാന്റെ പരമാധികാരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന നിലപാടാണ് നിലവിൽ പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ മൊത്തം ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഈ മേഖലയിലെ നിയന്ത്രണങ്ങൾ കാരണം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $109 ഉയർന്നു. സംഘർഷം നിലനിൽക്കുന്നതിനാൽ മിക്ക സ്വകാര്യ കപ്പലുകളും ഈ പാത ഒഴിവാക്കുമ്പോഴാണ് റഷ്യൻ ആഡംബര നൗക വെല്ലുവിളികൾ അതിജീവിച്ച് യാത്ര പൂർത്തിയാക്കിയത്. അതേസമയം ഈ വർഷം ആദ്യം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ഗതാഗതം കുത്തനെ കുറഞ്ഞതിനാൽ കപ്പലിന് എങ്ങനെയാണ് ഈ വഴി സഞ്ചരിക്കാൻ അനുമതി നൽകിയതെന്ന് വ്യക്തമല്ല. ആഗോള എണ്ണ പ്രവാഹത്തിന്റെ ഏകദേശം 20% ഈ കടലിടുക്ക് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും യുദ്ധത്തിനു മുൻപുള്ള നിലവാരത്തിൽ നിന്നും ദൈനംദിന കപ്പൽ നീക്കം ഗണ്യമായി കുറഞ്ഞു. ദുർബലമായ വെടിനിർത്തൽ സമയത്ത് അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ നിലവിൽ പരിമിതമായ എണ്ണം കപ്പലുകൾ മാത്രമേ പ്രധാനമായും വാണിജ്യ കപ്പലുകൾ ചില പാതയിലൂടെ കടന്നു പോകുന്നുള്ളൂ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ യുഎസും യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തിയ മൊർദാഷോവിനെ യാച്ചിന്റെ ഉടമയായി ഔദ്യോഗികമായി പട്ടികപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും കപ്പൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു റഷ്യൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.